പലരും എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കി നോക്കിയാണ് ചെയ്യുന്നത്, ആ കിട്ടുന്നുണ്ട്. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ സാധാരണ ഈ തപ്പാൻ പോകുന്നത്, ഈ വീഡിയോ ആണ് 90% ആൾക്കാർ ഇങ്ങനെ തപ്പും. ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് എനിക്ക് കറക്റ്റായിട്ട് കാലെത്തുന്നില്ല, എനിക്ക് ബ്രേക്കിൽ വശത്ത് കാലെത്തുന്നില്ല, കൃത്യമായിട്ട് എങ്ങനെയാണ് കാല് വെക്കേണ്ടത്, ഇങ്ങനെയൊക്കെ അറിയണമെന്ന് കമന്റ് മറുപടി ഞാൻ തരുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം എക്സ്പേർട്ടായിട്ട് എങ്ങനെ ഏത് പ്രായക്കാർക്കും ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേടി കൂടാതെ ഒരു വാഹനം എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുവാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എന്തെല്ലാമാണ് 5 കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെ. നിങ്ങൾക്ക് അതുവഴിയാണ് കാണുന്നതെങ്കിൽ 3 ചാനലും കാണുന്നതിൽ സംതൃപ്തിയായിരിക്കും. നിങ്ങളൊന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അതായത് 10 വർഷമായിട്ടും 15 വർഷമായിട്ടും ലൈസൻസ് കയ്യിലുള്ള പലരെയും നമുക്കറിയാം, നമ്മുടെ ബന്ധത്തിലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് അല്ല എന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഈ 5 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റിയറിംഗ്, ഒരു ഗിയർ, ഒരു ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഈ 5 കാര്യങ്ങളാണ് ഒരു മാനുവൽ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതെന്തിനൊക്കെയാണ്, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. നമ്മളെ സ്റ്റിയറിംഗ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ബ്രേക്ക്, ആക്സിലറേറ്റർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട്. കാരണം നമുക്കൊരു വാഹനം നമുക്ക് സ്ലോ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് കൂട്ടേണ്ടതുണ്ട്, നിർത്തേണ്ടതുണ്ട്, തിരിക്കേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ എല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഏതിലൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു വഴക്കം. അത് ഞാൻ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ കൃത്യമായിട്ട് അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം നമുക്കൊരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് ആണ്. നമുക്ക് ആ സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഒരു പ്ലെയിനായ സ്ഥലങ്ങളിൽ, ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വലിയ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പോവാം. പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഒരു കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കി 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 നോക്കുക. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ വേദന എടുക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം വീണ്ടും നിങ്ങൾ മറ്റേ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കറക്കി കറക്കി നോക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ടൊന്ന് വണ്ടി എടുത്തു നോക്കുക. അതായത് പ്ലെയിനായ സ്ഥലമാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലൊക്കെ ആയിരിക്കണം. കാരണം നമുക്ക് അവിടെ ഒരു വണ്ടി നമ്മൾ തട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ആ ആള് വരുമെന്ന് നമ്മൾ പേടിക്കേണ്ട, നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകില്ല. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വണ്ടി അഥവാ നമ്മുടെ സ്വല്പം തിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അഥവാ തിരിഞ്ഞ് വന്നില്ലെങ്കിൽ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല. അപ്പൊ എത്രത്തോളം നമ്മൾ തിരിക്കുന്ന സമയത്ത് വരുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അല്ലാതെ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി 50 കിലോമീറ്റർ നമ്മൾ ഓടിച്ചുകൊണ്ടോ അല്ല 150 കിലോമീറ്റർ ഓടിച്ചുകൊണ്ടോ നമുക്കൊരു സ്റ്റിയറിംഗ് കൈ ബാലൻസ് ആകണമെന്നില്ല. കാരണം നമ്മള് ഈ ഒരു റൗണ്ടിൽ കൂടുതൽ നമ്മൾ ഒരു വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിയുന്നില്ല. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് തിരിയുന്ന സമയം, അതായത് ഒരു റൗണ്ട് വരെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും, തിരിക്കാനൊക്കെ കിട്ടും. അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൂടുതലായിട്ട് പേടി വരുന്നത്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് തിരിയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കാനും കയറ്റാനും ഒക്കെ സമയത്ത് കൂടുതലായിട്ട് തിരിയുന്നുണ്ട്. ആ കൂടുതൽ അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുമ്പോഴേ ഇതെല്ലാം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ടാണ് തിരിക്കേണ്ടത്. ആ സമയത്തൊക്കെയാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. അപ്പൊ ആ ഒരു വഴക്കം കിട്ടുന്നത് ഇത്രയും തിരിച്ചാലേ വരുവുള്ളൂ, ഇങ്ങനെ ചെയ്താലേ വരുവുള്ളൂ നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ ആ പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ വണ്ടി മുന്നോട്ട് മൂവ് ആക്കണം. ഇപ്പൊ ഈ റോഡാണ്, ഇപ്പൊ ഇവിടെ ഞാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വണ്ടി മുന്നോട്ട് രണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടാക്കുക, അതുപോലെ തന്നെ രണ്ട് ഇങ്ങനെ നിങ്ങൾ തിരിച്ച് എന്ത് ചെയ്യാം, രണ്ട് ഇങ്ങനെ ആക്കുക. ഇതൊരു ഗ്രൗണ്ടായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. ഇത് റോഡാണ്, ഇങ്ങനെ നിങ്ങൾ നമുക്ക് ലെഫ്റ്റ് സൈഡോട്ട് ഫുള്ളായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത നമ്പർ അങ്ങോട്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ റൈറ്റ് സൈഡോട്ട് ലോക്ക് ആകുന്ന നമ്പർ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടന്ന് നിരങ്ങുമൊക്കെ ചെയ്യും, വരത്തില്ല, കുറച്ചു നേരം സമയം എടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ തീരത്തെ പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കണ്ടോണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വരുന്നില്ല നമ്മൾ 2 കൈ കൊണ്ട് പിന്നെ പിടിക്കണ്ട. നിങ്ങൾ വരുന്നിടം വരെയും പിന്നെ എന്ത് ചെയ്യണം, അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഇടത്തെ കൈ കൊണ്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൃത്യമായിട്ട് ആ ഒരു ഇത്. എന്നിട്ട് നമുക്ക് ഒരു ലൈൻ എടുത്ത് വെച്ച് നോക്കുക.
ഞാൻ ഇതിന് ഒരു 2 ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തായിരുന്നു. അപ്പം ഈ സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെ എളുപ്പത്തിൽ നേടാം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. ഈ ഒരു രീതി ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ നല്ല വീതി കൂടിയ റോഡിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാവൂ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഒരു ധൈര്യം കിട്ടുന്നുണ്ട് തനിയെ വാഹനം ഓടിക്കുവാനൊക്കെ. പക്ഷെങ്കിൽ തനിയെ വാഹനം ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു പേടി. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിനു പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70-75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടണം, എന്തുകൊണ്ട് വാഹനം ഓടിക്കാൻ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കൊണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട സാധനമാണ് ഗിയർ. ഗിയർ നമുക്ക് കൃത്യമായിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ഗിയറിലേക്ക് നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. പലരും എന്ത് ചെയ്യും, ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഫസ്റ്റ് വീഴുന്നുണ്ട്, സെക്കൻഡ് വീഴുന്നുണ്ട്, തേർഡ് വീഴുന്നുണ്ടെന്ന് പറയും. അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൈ എടുക്കാതിരുന്നതല്ല, നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. അപ്പം നമ്മൾ നേരെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്, നമ്മൾ ഗിയർ ഇടുന്നത്. അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് നമുക്ക് എത്രത്തോളം, കാരണം നമ്മുടെ വണ്ടി വീട്ടിൽ കിടക്കുകയാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്കിലാണ്, നിങ്ങൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ വെറുതെ പെട്രോളും കളഞ്ഞ് നിങ്ങൾ വെറുതെ റോഡിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നമുക്ക് ഗിയർ ഇടാനും സ്റ്റിയറിംഗ് ഇടാനും വഴക്കൊന്നും നിങ്ങൾ കിട്ടണ്ട. നമുക്ക് വീട്ടിൽ തന്നെ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നടന്ന വ്യായാമം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓടിയാൽ മാത്രമല്ല, വീട്ടിൽ നിന്ന് നമ്മൾ കൈയും കാലും അനക്കിയാലും വ്യായാമം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഗിയറിലൊക്കെ ചെയ്യണം. നമ്മൾ അതുപോലെ പ്രാക്ടീസ്, നമുക്ക് എത്രത്തോളം നമ്മുടെ കൈയും കാലും എത്രത്തോളം നമുക്ക് സ്പീഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ടോ, അപ്പൊ നമുക്ക് അത്രത്തോളം സ്പീഡും കിട്ടും, പേടികളും മാറും, നമുക്ക് എക്സ്പെർട്ട് ആകാൻ പറ്റും. അപ്പൊ നേരെ നോക്കണ്ട, ഫസ്റ്റ് ഇടുക, ആ സൈഡ് തന്നെ ചേർത്ത് സെക്കൻഡ് ഇടുക, അതുപോലെ തന്നെ നമ്മൾ സ്ട്രൈറ്റ് എടുക്കുക, ന്യൂട്രൽ ആക്കി വന്നു, നേരെ സ്ട്രൈറ്റ് ഇടുക, തേർഡ് ഇടുക. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ കുറെ പ്രാവശ്യം, നിങ്ങൾ 4ാമത്തെ ഗിയറോ 5ാമത്തെ ഗിയറോ ഒന്നും പഠിക്കൊന്നും വേണ്ട, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സെക്കൻഡ് ഈ ഒരു രീതി. അപ്പം ഫസ്റ്റ് നമുക്ക് അധികം നമ്മൾ ഇടുന്നില്ല, കാരണം നിർത്തിയിട്ടാണ് കൂടുതൽ ഇടുന്നത്. നമ്മൾ റണ്ണിങ്ങിൽ ചെയ്യുന്ന ഒരു ഗിയറാണ് തേർഡും സെക്കൻഡും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇടുക, തേർഡ് ഇടുക, തേർഡ് എന്ന് വീണ്ടും ചെയ്യുക, നിങ്ങൾ സെക്കൻഡ് ആക്കുക. ഈ ഒരു രീതി നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കാതെ തന്നെ നിങ്ങൾ ഗിയറുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തെറ്റില്ല. എന്ന് പറഞ്ഞതുപോലാണ് ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും അതേ രീതി തന്നെ ആയിരിക്കണം നിങ്ങൾ അത് ഉപയോഗിക്കാനും. ബ്രേക്കിൽ നമ്മൾ ആക്സിലേറ്റർ താണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ബ്രേക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്, സ്ലോ ചെയ്യാനും നിർത്താനുമാണ്. അപ്പൊ നമുക്ക് ആ കറക്റ്റായിട്ട് നമ്മൾ ഇത്രയും ബ്രേക്കുകൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പ്രസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ട, നമ്മൾ പ്ലേ മാത്രം ചവിട്ടി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് കണ്ട ഈ ഒരു രീതിയിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഇത്ര ഉണ്ട്, ആക്സിലേറ്റർ കൂടുതലൊന്നും കൊടുക്കണ്ട, നമ്മൾ ആക്സിലേറ്റർ ഒരു 3-4 പേപ്പറിന്റെ കനം മാത്രം കൊടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ബ്രേക്കിലോട്ട് വരുന്നുണ്ട്, ആക്സിലേറ്റർ പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കൊണ്ട് ഒരിക്കലും ചെയ്യരുത്, നോക്കാതെ തന്നെ വേണം ചെയ്യാൻ. ഞാനിപ്പോ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് ചെയ്യാം, ബ്രേക്ക് വിട്ടുക, ആക്സിലേറ്റർ എടുക്കുക, ബ്രേക്ക് കൊടുക്കുക, ആക്സിലേറ്റർ എടുക്കുക. കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആ ഒരു വഴക്കം. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചോ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെരുപ്പില്ലാതെ ഓടിക്കുകയോ ചെയ്യരുത്. നമ്മൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കൊണ്ട് ചിലപ്പം ചെരുപ്പ് ഊരിയൊക്കെ ആയിരിക്കും 90, ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും ചെരുപ്പില്ലാതൊക്കെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ചെരുപ്പില്ലാതെ വണ്ടി ഓടിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. നിങ്ങൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ക്ലച്ചുമായിട്ട് നമുക്ക് ആ വഴക്കം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വണ്ടി എന്ത് ചെയ്യാൻ പറ്റാതെ, നിർത്താൻ കഴിയാതെ വരുന്നത്. നല്ല രീതിയിലൊരു വഴക്കം കണ്ടാ, ഇങ്ങനെ നമുക്ക് ആ ഒരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നോക്കിക്കൊണ്ട് ഒരിക്കലും ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാല് താത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കണം, നേരെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കാല് ഇങ്ങനെ വട്ടം അടിച്ചിട്ട് അതിൽ നിന്ന് വെക്കാതെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കറക്റ്റായിട്ട് ബ്രേക്ക് കാല് പോകുന്നുണ്ടോ. പലരും എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്, കിട്ടുന്നുണ്ട്. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് ഈ തപ്പാൻ പോകുന്നത് കറക്റ്റായിട്ട് കാല് വെക്കാതെ എവിടെ ആയിരിക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ പലരും എന്ത് ഈ വീഡിയോ ആണ് 90% ആൾക്കാർ ഇങ്ങനെ തപ്പും. ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് എനിക്ക് കറക്റ്റായിട്ട് കാലെത്തുന്നില്ല, എനിക്ക് ബ്രേക്കിൽ വശത്ത് കാലെത്തുന്നില്ല, കൃത്യമായിട്ട് എങ്ങനെയാണ് കാല് വെക്കേണ്ടത്. ഇങ്ങനെ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക, എന്നിട്ട് നിങ്ങൾക്ക്
ഞാൻ അത് മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് കാലെത്തുന്നില്ല, കാലിന് നീളം തോന്നിക്കുന്നില്ല, നീളം ഇല്ലാതിരിക്കുന്ന എനിക്ക് ഫ്രണ്ട് കാണുന്നില്ല, അതുപോലെ തന്നെ ക്ലച്ച് എനിക്ക് കറക്റ്റായിട്ട് കാലെത്തുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ 5 എണ്ണത്തിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ കയ്യും കാലും കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്, എത്രത്തോളം നമുക്ക് വഴക്കം കിട്ടുന്നോ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം ഏത് പ്രായമുള്ളവരായാലും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് വാഹനം പേടി കൂടാതെ ഏത് റോഡിലും എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, വാഹനം ഓടിക്കുവാനും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആകുവാനും കഴിയുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.